ഒരു കുഞ്ഞ് ഉണ്ടായി അവരുടെ ചിരി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോലും എപ്പോഴും ഒരു റിലാക്സേഷൻ തരുന്നതാണ്. ഒരു പാൽപുഞ്ചിരി എന്നൊക്കെ നമ്മൾ പറയും. ആ പാൽപുഞ്ചിരി കണ്ടുകൊണ്ടിരിക്കാനും രസമാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രെസ് റിലീവർ എന്ന് നമുക്ക് പറയാം കുഞ്ഞുങ്ങളുടെ ചിരികൾ. അപ്പോൾ ആ ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഹായ്, ഞാൻ ഡോക്ടർ രേഷ്മ, പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റാണ്, കെയർ 32 ഡെൻ്റൽ ക്ലിനിക്സിൽ, പിന്നെ പ്രൊഫസർ അറ്റ് മലബാർ ഡെൻ്റൽ കോളേജ്. സോ ഞാനിവിടെ പറയാൻ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കേടുകൾ ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായി ഒരു വയസ്സ് മുതൽ കേട് തുടങ്ങുകയാണ്. കേട് തുടങ്ങിയിട്ട് അതൊരു രാത്രിയിൽ പാരൻസിൻ്റെ ഉറക്കം കളഞ്ഞ് അവർ എത്തുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. ധാരാളമായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട് കാണുന്നുണ്ട് ചെറിയ പ്രായം മുതൽ. അതിനെ നമ്മൾ ECC എന്നാണ് പറയുന്നത്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് പറയണു. അപ്പോൾ അത് പണ്ട് അതിനെ അങ്ങനെ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് ക്ലാസിഫൈ ചെയ്ത അതിനെ ഇപ്പോൾ സിവിയർ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്, അതായത് അതിലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ പ്രായം മുതൽ തുടങ്ങുന്ന ഈ ദന്തക്ഷയം നമുക്കത് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇനിയിപ്പോൾ വന്നാൽ തന്നെ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് അത്ര നാൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ചെറിയൊരു കുഞ്ഞിന് എപ്പോൾ കേടുവരും, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു കുഞ്ഞുണ്ടായി നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്നു. ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിന് എന്തൊക്കെ പ്രിവെൻഷനാണ് കേട് വരാണ്ടിരിക്കാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് കുഞ്ഞുണ്ടായി അതിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പാല് വായിൽ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങണത്. അപ്പോൾ ആ മിൽക്കിൻ്റെ പൂളിനകത്തായിരിക്കും രാത്രി കാലങ്ങളിൽ പല്ല് മുഴുവൻ കിടക്കുക. അപ്പോൾ അങ്ങനെ കിടന്ന് പല്ലുകളിൽ പതുക്കെ ഒരു ഡീമിനറലൈസേഷൻ, അതായത് വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വെള്ള പൂപ്പൽ പിടിച്ച പോലെ പല്ലുകളിൽ കാണാൻ പറ്റും. അതാണ് കേടിൻ്റെ ആദ്യത്തെ തുടക്കം. പിന്നെ അതങ്ങനെ ഇരുന്ന് കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരുന്നിട്ടാവാം, ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പതുക്കെ കുറച്ചും കൂടി അധികം അതിനകത്ത് ഒട്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരുന്ന് കേട് കൂടി അതിനെ ഒരു സെക്കൻഡ് ലെവലിലോട്ട് എത്തും. അതായത് നമുക്കൊരു പ്രിവെൻഷൻ ചെയ്യാൻ പറ്റാണ്ട്, അതായത് വന്ന് ഡോക്ടറെ പോയി കാണേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിക്കും. പിന്നെ ഇതും കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല പല്ലുവേദന കാരണം. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഉറക്കം പോവും, നമ്മുടെ ഫിസിക്കലി മെൻ്റലി നമ്മൾ പോലും ഡൗൺ ആയി പോകുന്നു. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഉറക്കമില്ലായ്മയും കണ്ടുകഴിഞ്ഞാൽ നമ്മളും തളർന്നു പോകും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കേട് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഒന്ന്, ചെറിയ കുഞ്ഞുങ്ങളിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ പാല് കൊടുത്താൽ തന്നെയും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെറിയൊരു തുണിയുടെ കഷ്ണം എടുത്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. മോണയാണെങ്കിൽ തന്നെ, പല്ലുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുക. അതിന് ഫിംഗർ ബ്രഷുകളുണ്ട്. ആ ഏജിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ പോലും ഉണ്ട്. 2 വയസ്സ്, 1.5 വയസ്സ്, 2.5 വയസ്സ്, 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് പലതരത്തിലുള്ള ടൂത്ത് ബ്രഷുകളും ടൂത്ത് പേസ്റ്റുകളും നമ്മളിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് കുഞ്ഞുണ്ടാകുമ്പോൾ മുതലുള്ള ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവരുടെ പല്ല് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും. കേട് എപ്പോഴും തുടങ്ങുന്നത്, അതായത് ഏത് പ്രായത്തിലായിക്കോട്ടെ, അതെപ്പോഴും തുടങ്ങുന്ന ഒരു ഡീമിനറലൈസേഷൻ വെച്ചിട്ടാണ്. ഡീമിനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ഒരു ഫംഗസ് പിടിച്ച പോലെ, ഒരു പൂപ്പൽ പിടിച്ച പോലെയൊക്കെ പല്ല് കാണാം. അത് കേട് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രാരംഭ ഘട്ടമാണ്. അതായത് തുടക്കത്തിൽ കാണുന്ന ഒരു സൈനാണത് ഡീമിനറലൈസേഷൻ. പിന്നെ അതവിടെ ഭക്ഷണം ഇരുന്ന് കൂടിയാണ് അത് പെട്ടെന്ന് ഒരു ക്യാവിറ്റി ആയി പോകുന്നത്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കാണാം വലിയൊരു തുള, അതിനകത്ത് ഭക്ഷണം കയറിയിരിക്കും. നമ്മൾ കുട്ടികളിൽ പിന്നെ അത് കേടടയ്ക്കണമെങ്കിൽ അവർ വേദന പറയണം. അതുവരെ കാത്തിരിക്കാണ്ട് അതിനെ കൊണ്ടുവന്ന് നമുക്ക് സാധാ രീതിയിലാണെങ്കിലും പല്ലുകൾ അടച്ചു വെക്കാവുന്നതാണ്. ഇനി ആ ഒരു പ്രായം കഴിഞ്ഞ് ഒരു 2-2.5 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 3, 4, 5 ആ ഒരു 5-6 വയസ്സ് വരെ എന്ന് പറയുന്നത് പ്രീ കിൻഡർ ഗാർഡൻ, അതുപോലെ കിൻഡർ ഗാർഡൻ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് സ്റ്റിക്കി ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ കഴിവതും ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറച്ചിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരിൽ ഡെൻ്റൽ ഹൈജീൻ, അതായത് രാവിലെയും രാത്രിയിലും പല്ല് തേക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക. രാത്രിയിൽ പല്ല് തേച്ചാൽ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ, അതായത് നിങ്ങളുടെ ഒരു ഓവർവ്യൂവിലാവണം കുഞ്ഞുങ്ങളത് പല്ല് തേക്കുന്നത്. വൃത്തിയായിട്ടുണ്ടോ എന്ന് പ്രത്യേകം പാരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ചെറിയൊരു കേട് വന്നാൽ തന്നെ അത് നമുക്ക് സാധാ രീതിയിൽ അടച്ചു വെക്കാം. അതിനെ ഒരു വേദനയുടെ ഘട്ടത്തിൽ എത്തിക്കാണ്ട് മുൻകൂട്ടി തന്നെ അത് അടച്ചു വെച്ച് സേഫായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. പല്ല് പറയേണ്ട പ്രായമാകുമ്പോൾ മാത്രം പറിച്ചു കളയുക. ഇനി അതുപോലെ ഇച്ചിരിയും കൂടെ മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കുറച്ചും കൂടി കാര്യഗൗരവം അവരിൽ വേണ്ടിയിട്ട്, അതായത് പല്ല് എന്തുകൊണ്ടാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അത് കേട് കൂടാണ്ട് സൂക്ഷിക്കേണ്ടത്. ഒരു വലിയ മുതിർന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 10-11 വയസ്സെന്ന് പറയുമ്പം അവരുടെ വായിൽ 2 സെറ്റോ പല്ലുകളാണ്. 2 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പല്ലും ഉണ്ടാവും, പെർമനൻറ്റ് പല്ലും ഉണ്ടാവും. പലരും അതിനെ തെറ്റിദ്ധരിച്ച് പാൽപ്പല്ലല്ലേ എന്ന് വിചാരിച്ച് വിട്ട് കളയുന്നവരുണ്ട്. പകുതി പെർമനൻറ്റ് പല്ലുകളും കേടായത്, അത് നമുക്ക് ജീവിതകാലം അവസാനം വരെ വേണ്ട പല്ലുകളാണ്.
അപ്പം അതിൽ കൂടി ഒരു ശ്രദ്ധ കൊടുക്കുക. ഒന്നെന്ന് പറയുന്നത് നമ്മളിതുപോലെ ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ തന്നെ നല്ല വൃത്തിക്ക് ക്ലീനാക്കി കൊടുക്കുക. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പ്രത്യേകിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കവിളിൻ്റെയും പല്ലിൻ്റെയും ഇടയ്ക്ക് ധാരാളമായിട്ട് ഇരിക്കും. അപ്പോൾ അതൊക്കെ കൈ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്യുക, നന്നായിട്ട് കുലുക്കൊഴിഞ്ഞാണേലും തുപ്പിക്കളയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് വൃത്തിക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇൻ്റർമീഡിയൻറ്റ് സ്നാക്കിങ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണത കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിച്ചാൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക.